സ്വാഭാവികമായിട്ടും ചെറുപ്പം മുതലേ ഈ ഇന്റർനെറ്റും സ്മാർട്ട് ഫോണൊക്കെ കണ്ടു വളരുന്നത് ജെൻസി പിള്ളേരാണ്. അതുകൊണ്ടാണ് ജെൻസിയെ ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് വിളിക്കാറുണ്ട്. ഒരു കുട്ടി ആ കുട്ടീൻ്റെ മൂത്തമ്മാൻ്റെ ഒരു അച്ചാർ, സാധാ ആ കഞ്ഞിക്ക് കൂട്ടുന്ന മൂത്തമ്മാൻ്റെ അച്ചാർ എന്തായി ആ കുട്ടിക്ക് ഇഷ്ടമായി. അങ്ങനെ ഈ കുട്ടി ചിന്തിക്കുകയാണ്, ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ. അങ്ങനെ ഈ കുട്ടി സ്റ്റാർട്ടപ്പ് തുടങ്ങി, സ്റ്റാർട്ടപ്പിന് പേരിട്ട് മൂത്തമ്മ അച്ചാർ പറഞ്ഞിട്ട്. അതിനേക്കാളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ആ പണ്ടത്തെ നല്ല വിൻറ്റേജ് സാധനങ്ങൾ ഉണ്ടാവും, അംബാസിഡർ, കോൺടസ് പോലത്തെ സാധനങ്ങൾ. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക വികാരം, പ്രത്യേക സ്നേഹമാണ് അതിനോട്. ഒന്നും അറിയാതെ ഈ ഒരു ഭൂമിയിലേക്ക് പിറന്നത് എന്തിനു എന്നുള്ള ചോദ്യത്തോടു കൂടെ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് വലിയ നടക്കണം. ഇന്നത്തെ നമ്മുടെ ചർച്ച 2K കിഡ്സിനെ കുറിച്ചാണ്. 2K കിഡ്സിനെ കുറിച്ച് പറയുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന, ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഈ 2K കിഡ്സ് എന്നുള്ളത്. അതായത് 2000-ന് ശേഷം ജനിച്ചിട്ടുള്ള ആളുകൾ. ഈ ഒരു ജനറേഷന് ഒരുപാട് വ്യത്യാസങ്ങൾ മുൻപ് കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എല്ലാ രീതിയിലും സാമൂഹികമായിട്ട്, ടെക്നോളജിക്കലായിട്ട് വലിയൊരു അഡ്വാൻസ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. 2K കിഡ്സിലെ പ്രധാനമായും 3 ജനറേഷനായിട്ട് തരംതിരിക്കുന്നുണ്ട്. ജെൻസി, ആൽഫ, ഇപ്പോൾ വളരെ കുറച്ച് ഈ അടുത്തായിട്ട് ആരംഭിച്ച ബീറ്റ ജനറേഷൻ. ജെൻസി എന്ന് പറയുമ്പോൾ സൂമേഴ്സ് എന്ന വിളിപ്പേരിൽ ജെൻസിയെ പറയപ്പെടാറുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 1997 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തെയാണ് ജെൻസി എന്ന് പറയാറുള്ളത്. പിന്നെ 2012 മുതൽ 2025 വരെയുള്ളവരാണ് ജനറേഷൻ ആൽഫ. ഈ അടുത്തായി 2025 ജനുവരി 1-ന് ശേഷം ജനിച്ചവർ ജനറേഷൻ ബീറ്റ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ ഓരോ ജനറേഷനിലും വ്യത്യസ്തമായ മാറ്റങ്ങൾ സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും രാഷ്ട്രീയമായിട്ടെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോഷ്യൽ മീഡിയ കാര്യങ്ങളിലൊക്കെ വലിയൊരു മാറ്റം തന്നെ ഈ ജെൻസി കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നോളജിക്കലായിട്ട് പറഞ്ഞ പോലെ ടെക്നോളജിയിലൊക്കെ വലിയൊരു മാറ്റം തന്നെ ഉണ്ടായിട്ടുള്ളത്. AI-യിലാണെന്നുണ്ടെങ്കിലും റോബോട്ടിക്സിലാണെന്നുണ്ടെങ്കിലും മാത്രമല്ല ഇൻ്റർനെറ്റിലാണെന്നുണ്ടെങ്കിലും അതിലൊക്കെ ഒരു വലിയൊരു മാറ്റം തന്നെ സംഭവിച്ചിട്ടുള്ളത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചൈനയിൽ ഇപ്പോൾ അടുത്തുണ്ടായ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, ഇത് ഒരു ഹോസ്പിറ്റൽ, ഫുള്ളി ഓട്ടോമൈസ്ഡ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ. അവിടെ ഒരു ഗർഭം എടുക്കുന്ന വരെ AI ടെക്നോളജിയായി മാറിയുള്ള ഒരു സംഭവം നമ്മൾ കണ്ടാണ്. അതേമാതിരി തന്നെ വ്യത്യസ്തമായ കാര്യങ്ങളിൽ ഇപ്പോൾ ഇൻ്റർനെറ്റ് പരമായുള്ള നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാക്കിങ്, അതേമാതിരി തന്നെ സൈബർ അറ്റാക്ക്, അതിനൊക്കെ പുറമെ ഡാർക്ക് നെറ്റ് എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റ് തന്നെ ഡിജിറ്റൽ അണ്ടർവേൾഡ് തന്നെ ഈ ഒരു കാലത്ത് നമുക്ക് പൊതുവായി തന്നെ കാണാൻ കഴിയും. ഈ ജെൻസി ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് ഈ ടെക്നോളജി തന്നെയാണ്. അതായത് ആദ്യമായിട്ട് തങ്ങളുടെ ഈ ചെറിയ പ്രായം മുതലേ ഇൻ്റർനെറ്റിലേക്ക് ആക്സസ് കിട്ടിയിട്ടുള്ളത് ജെൻസിക്കാണ്. അതായത് നമ്മുടെ 90s എന്നൊക്കെ പറയുന്ന നമ്മുടെ ഉപ്പമാർക്ക് അല്ലെങ്കിൽ വല്യപ്പമാരുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്കറിയാം ഇൻ്റർനെറ്റിലേക്കോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിലേക്കോ എന്നുള്ളൊരു ആക്സസ് ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ചെറുപ്പം മുതലേ ഈ ഇൻ്റർനെറ്റും സ്മാർട്ട് ഫോണൊക്കെ കണ്ടു വളരുന്നത് ജെൻസി പിള്ളേരാണ്. അതുകൊണ്ടാണ് ജെൻസിയെ ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇനി ആൽഫ ജനറേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെറുപ്പം മുതൽ കണ്ടു വളരുന്നത് AI പോലെയുള്ള ടെക്നോളജികളാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ അഡ്വാൻസ്മെൻറ്റ് അവർക്ക് ഉണ്ടാവും. ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾ വരെ വളരെയധികം സ്മൂത്തായിട്ട് മൊബൈൽ ഫോണുകൾ, മറ്റു ടെക്നോളജികൾ, കമ്പ്യൂട്ടർ എല്ലാം ഉപയോഗിക്കാൻ ചെറുപ്പം മുതൽ പഠിക്കുന്നുണ്ട്. അത് ഈ ഒരു ടെക്നോളജി പരമായിട്ട് ഓരോ ജനറേഷനിൽ വരുന്ന മാറ്റമാണ്. മീഡിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ചെറിയ കുട്ടികളുടെ ഒരു ആരവം തന്നെ പറയാം. ഇപ്പോൾ ചൈനയിൽ ഇപ്പോൾ അടുത്തുണ്ടായ ബോട്ട് റേസിങ്ങിൽ ആകെ പബ്ലിക്കലി നല്ലൊരു പ്രൊമനൻ്റ് ആയിട്ടുള്ള ആ ഒരു കുട്ടീൻ്റെ ഒരു കാര്യം നമുക്കറിയാം. വിത്തിൻ ജൂൺ വരെ ആരും അറിയപ്പെടാത്തൊരു കുട്ടി ജൂലൈ 10 ഏകദേശം ലോകത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെട്ടൊരു വ്യക്തിയാകാണ്. വ്യത്യസ്തമായ സ്റ്റേഡിയങ്ങളിൽ, അങ്ങനെ പൊതുവേദികളിലൊക്കെ ഇങ്ങനെ പരിപാടി എന്ന് പറയാനാകത്തൊന്നുമില്ല, ആ ഒരു ഡാൻസ് ഇങ്ങനെ കളിക്കാന്നുള്ള രൂപത്തിന് വേണ്ടി അതിനായിട്ട് ആളുകൾ ക്ഷണിക്കുന്ന ഒരു രൂപം നമ്മൾ കണ്ടാണ്. ആ കുട്ടിക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂണിൻ്റെ അവസാനത്തിലാണ് ആ കുട്ടി ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത്. അതിനുശേഷം ജൂലൈ 10 ഏകദേശം 460 സംതിങ് ഫോളോവേഴ്സ് കൂടുന്നുണ്ട്. അതായത് ഒരു ചെറിയൊരു ട്രെൻഡ് ആ ഒരു കുട്ടിയിലൂടെ രൂപീകരിക്കുകയാണ്. എന്നിട്ട് ആ കുട്ടിയെ ഗവൺമെൻറ് സ്റ്റേഡിയത്തിലേക്ക് വിളിക്കുന്നു, ഒരു പൊതുവേദിയിലേക്ക് വിളിക്കുന്നു. മൊത്തത്തിൽ ആളുകൾക്ക് പരിപാടി മുമ്പിൽ വേണ്ടി ഈ ഒരു ഷോക്ക് വെക്കാൻ വേണ്ടി, ഒരു കുട്ടീൻ്റെ ഷോക്ക് വെക്കാനായിട്ട് ഒരു സോഷ്യൽ മീഡിയയിലൂടെ മാത്രം
തരംഗമായ ഒരു കുട്ടി എന്ന് തന്നെ പറയാം. ഈ ഒരു ജനറേഷനിൽ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട വളരെ പ്രൊമിനൻ്റ് ആയ ഒരു ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാഹിത്യ മേഖലയിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ എത്രത്തോളം ഒരു പുസ്തകത്തിന് സ്വീകാര്യത കിട്ടണോ അത്രത്തോളം ആ പുസ്തകം വായിക്കപ്പെടും അല്ലെങ്കിൽ വായനക്കാരിലേക്ക് എത്തുന്നുള്ളതാണ്. റാം കെയർ ഓഫ് ആനന്ദിന് വളരെയധികം മികച്ചൊരു ഉദാഹരണമാണ്. റാം കെയർ ഓഫ് ആനന്ദിക്ക് മികച്ച യുവ പുരസ്കാരം കിട്ടിയപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിരുന്നു. കൂടുതലായിട്ടും അതിന് ഒരു അവാർഡ് നേടാനുള്ള ഒരു പ്രാപ്തി ഇല്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സാഹിത്യകാരന്മാർ കൽപ്പറ്റ നാരായണൻ ഉൾപ്പെടെയുള്ളവർ അതിനെ വിമർശിച്ചിരുന്നു. പക്ഷേ അതിനെ പോസിറ്റീവായിട്ട് എടുത്തവരുമുണ്ട്. അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ പിന്തുണ നേടാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു എഴുത്തുകാരനെ. അതായത് കാലത്തിന് അറിഞ്ഞ് എഴുതാൻ കഴിയുക എന്നുള്ളതാണ്. ഖദീജ നോക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ വേറെ വേറെ വ്യത്യസ്തമായ ബുക്കുകൾ, ഇപ്പോൾ ഡാർക്ക് നൈറ്റ് ആണ് ബുക്ക്, എല്ലാം ഈ ഒരു സൊസൈറ്റിയുമായിട്ടുള്ള ഇടപഴകുന്ന അല്ലെങ്കിൽ ഈ ഒരു കണ്ടംപററി ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ കണ്ടംപററി ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്ന ഒരുപാട് ബുക്സ് ഉണ്ട്. പക്ഷെ അതിന് പുറമെ പൈങ്കിളി സാഹിത്യം എന്ന് പറയുന്ന ബുക്കുകൾ, ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി പോലെ അല്ലെങ്കിൽ മറ്റേ ഖദീജ പോലത്തെ വിമർശിക്കപ്പെടേണ്ട ബുക്കുകൾ വന്നിട്ടുണ്ട് ഈ ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ ഒരു കാലത്തിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. വെറും സോഷ്യൽ മീഡിയയിലൂടെ മാത്രം അത്രയും പെർമനൻസ് ലഭിച്ചൊരു ബുക്ക് മാത്രമാണ് റാം കെയർ ഓഫ് ആനന്ദി പോലത്തെ ബുക്കുകൾ എന്ന് പറഞ്ഞാൽ. അതേപോലെ ഫാഷൻ്റെ വിഷയത്തിൽ ഓരോ ജനറേഷൻ തമ്മിൽ വലിയൊരു ആന്തരം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ 9 ജനറേഷൻ 90s എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഫാഷൻ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ എൻ്റെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീണ്ടും നമ്മൾ പഴയ ആ ഒരു ഇതിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉപ്പമാരൊക്കെ ഇങ്ങനെ നമ്മൾ കളിയാക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പ സൂചിപ്പിച്ചാണ്. അതായത് ഇപ്പോൾ ഒരു വോയിസ് ഇങ്ങനെ കളിപ്പിച്ചത്, അതായത് പൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഗ്രൂപ്പിൽ പറയണ നിങ്ങളൊക്കെ തന്തവൈബ് എന്ന് പറയും. പക്ഷേ നമ്മളൊക്കെ വല്യപ്പന്മാർ തുണി കുപ്പായിട്ട് നടക്കുന്ന കാലത്ത് നമ്മൾ പാൻറ് കുപ്പായിട്ട് നടന്നുകൊണ്ടാണ് നിങ്ങളൊക്കെ എന്താണത് പാൻറ് കുപ്പായിട്ട് നടക്കണം എന്നുള്ള ആൾക്ക് ഇങ്ങനെ അപ്പം ഞാൻ ഇടക്കാർക്ക് ഇങ്ങനെ പറയല്ലോ. അതൊക്കെ ഇങ്ങനെ സൂചിപ്പിക്കുന്നത് പഴയ ട്രെൻഡിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതോടെ ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എന്ന സംഭവം ഈ ഒരു ജെൻസി അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഓരോ ജനറേഷൻ്റെ പ്രത്യേകതയാണ്. അതായത് നമ്മളിപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ സംസ്കാരത്തിൽ ഒതുങ്ങി കൂടിയതിന് ഉപരിയായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നമ്മളിപ്പോൾ നമ്മൾ ഡ്രസ്സിങ്ങിലാണെങ്കിൽ കൊറിയൻ സ്റ്റൈലിൽ നമ്മൾ മുടി കെട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കൊറിയൻ ബാഗുകൾ ഓവർ സൈസ് സാധനങ്ങൾ നമ്മൾ ധരിക്കാറുണ്ട്. നമ്മൾ മ്യൂസിക് കേൾക്കാറുണ്ട്, ഇപ്പോൾ ആഫ്രിക്കൻ മ്യൂസിക്, അമേരിക്കൻ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കോണിലുള്ള സംസ്കാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇതാണ് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് പറഞ്ഞത്. ജെൻസി അതല്ലെങ്കിൽ അതിന് ശേഷമുള്ള കാലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. എല്ലാത്തും ജെൻസി ഒരേ മാതിരി തന്നെ ആവണം എന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തിരുപ്പൂർ വരെ പോയപ്പോൾ അവിടുത്തെ ഒരു ഫാഷൻ്റെ കടയിൽ വെറുതെ കയറിയതാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചത് അവിടെ അത്ര കച്ചവടം ഉണ്ടോ ചോദിച്ചു. അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ ബാഗ് എന്നല്ല ട്രെൻഡ്, ഇവിടെ കഴിഞ്ഞ സിനിമയിൽ സിനിമാ താരം ഏത് ഡ്രസ്സാണ് ഇട്ടത് അതാണ് ഇവിടുത്തെ മികച്ച ട്രെൻഡ് എന്നുള്ള ആൾക്ക് അയാൾ. അതിലിപ്പോൾ വിജയ് ഇപ്പോൾ കഴിഞ്ഞതിൽ ഒരു ടൈറ്റ് പാൻ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേ കാരണം പിറ്റത്തെ ദിവസം അവിടെ ട്രെൻഡ്, അല്ലെങ്കിൽ ഒരു ടൈറ്റ് ഫിറ്റുള്ളൊരു ടീഷർട്ടാണെന്നുണ്ടെങ്കിൽ അതേ കാരണം പിറ്റത്തെ ട്രെൻഡ്. എല്ലായിടത്തും ജെൻസി ഒരേമാതിരി നമ്മൾ എന്താകില്ല ഗ്ലോബലൈസ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. അതെ. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ 90s അല്ലെങ്കിൽ 80s ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ ഇടയിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. സ്പോർട്സിൻ്റെ വിഷയത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് നമുക്ക് കിട്ടണമായിരുന്നു തോന്നും. അതായത് ഇപ്പോൾ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് വരമ്പത്ത് കൂടെയൊക്കെ നടന്നു പോയിട്ട് അതും ബൂട്ട് കൈ പിടിച്ച് ഒരുപാട് ദൂരത്ത് സഞ്ചരിച്ചതിന് ശേഷം നമ്മൾ കളിക്കുന്ന രൂപമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഒരു ടർഫ് സിസ്റ്റത്തിലേക്ക് മാറിയൊരു ഇത് നമുക്ക് കാണാൻ കഴിയും. മൊത്തത്തിൽ ഗ്ലോബലി ഇവിടെ നമ്മളെ കേരളത്തിന് മാത്രമല്ല കേരളത്തിന് പുറത്തും പൊതു മൈതാനങ്ങൾക്ക് പുറമെ ടർഫ് സിസ്റ്റം രൂപീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. ഈ വണ്ടിപ്രാന്തിൻ്റെ കാര്യത്തിലും അത് കളിപ്രാന്തിൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ വല്യപ്പമാരെ കടത്തി വെട്ടാൻ ഒരിക്കലും ഈ ഒരു പുതിയ ജനറേഷൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ഗെയിം അഡിക്ഷൻ വന്നതിന് ശേഷം നമ്മൾ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും സ്ക്രീൻ ടൈമിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുക, അതുപോലെ ഗെയിം അഡിക്റ്റ് ആവുക. അപ്പോൾ ഒരുപാട് ഗെയിമുകൾ പ്രചാരത്തിലുണ്ടല്ലോ, പബ്ജി, ഫ്രീ ഫയർ, പെസ്, ഫുട്ബോൾ, അങ്ങനെ ഒരുപാട് ഗെയിമുകൾ എന്തുണ്ട് ഇപ്പോൾ കുട്ടികൾക്കിടയിലുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇന്റർനെറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു മെച്ചം അതാണെന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് വണ്ടിപ്രാന്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ല നല്ല അടിപൊളി വാഹനങ്ങളുണ്ടാവും, നല്ല എൻജിൻ കപ്പാസിറ്റി ഉള്ള ഒരുപാട് നല്ല നല്ല വാഹനങ്ങൾ. പക്ഷെ നമുക്ക് അതിനേക്കാളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ആ പണ്ടത്തെ നല്ല വിൻറ്റേജ് സാധനങ്ങളുണ്ടാവും, അംബാസഡർ, കോൺഗ്രസ് പോലത്തെ സാധനങ്ങൾ. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക വികാരം, പ്രത്യേക സ്നേഹമാണ് അതിനോട്. പണ്ടത്തെ വണ്ടിയിലേക്ക് തന്നെ മടങ്ങുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അടുത്ത RX 100 RX പോലത്തെ വാഹനങ്ങളൊക്കെ കത്തിയത്
നമുക്ക് പണ്ടത്തെ ഒരു എന്ത് സിസ്റ്റം അല്ലെങ്കിൽ പണ്ടത്തെ വാഹനങ്ങൾ വീണ്ടെടുക്കാന്നുള്ള ഒരു ഇതിലേക്ക് അവൻ വരും. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരനൊക്കെ പറയുന്നുണ്ട്, ഓന് എന്താ സ്കൂൾ വിടുന്ന സമയത്ത് RX ഇങ്ങനെ പോകുമ്പോൾ ഒരു 4 ആൾക്കാർ ബാക്കിൽ നിന്ന് ചൂളടിക്കും. എന്നിട്ട് പിന്നെ വീട്ടിലെത്തിയാണ് ഗ്രൂപ്പൊക്കെ തുറന്ന് നോക്കുമ്പോൾ എന്താവും ഇത് പറ്റിയ ആ സ്ത്രീകളുടെ വോയിസ് അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരികളുടെ വോയിസൊക്കെ അവൻ എന്താ കഴിയും കേൾക്കാൻ കഴിയുന്നവർക്ക് തന്നെ പറയൽ. RX എന്നൊക്കെ പറഞ്ഞാൽ ഒരു വികാരം, പൊതുവികാരം. RX ആണെന്നുണ്ടെങ്കിലും ബുള്ളറ്റ് ആണെന്നുണ്ടെങ്കിലും റോയൽ എൻഫീൽഡ് ഏതാണെന്നുണ്ടെങ്കിലും ഒരു ടേണിങ് ടു ദ 90s എന്ന് നമുക്ക് പറയാൻ കഴിയും. ബിസിനസ് മേഖലയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് ജെൻസി അല്ലെങ്കിൽ അതിന് ശേഷം. അതായത് ഇപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമയത്തിനും കാലത്തിനും അനുസരിച്ച് ബിസിനസ് ചെയ്യാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയണം. ഒരുപാട് പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു മേഖലയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് വന്നിട്ടുണ്ട്. ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ മക്കളിൽ നിന്ന് തന്നെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാം. ഉദാഹരണത്തിന് ഇപ്പോൾ അടുത്ത് ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടാണ്, അതായത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാണ് ഒരു കുട്ടി, ആ കുട്ടീൻ്റെ മൂത്തമ്മാൻ്റെ ഒരു അച്ചാർ, സാധാ കഞ്ഞിക്ക് കൂട്ടുന്ന മൂത്തമ്മാൻ്റെ അച്ചാർ എന്തായി ആ കുട്ടിക്ക് ഇഷ്ടമായി. അങ്ങനെ ഈ കുട്ടി ചിന്തിക്കുകയാണ് ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാലോ. അങ്ങനെ ഈ കുട്ടി സ്റ്റാർട്ടപ്പ് തുടങ്ങി. സ്റ്റാർട്ടപ്പിന് പേരിട്ട് മൂത്തമ്മ അച്ചാർ പറഞ്ഞിട്ട്. എന്നിട്ട് അത് ഇപ്പോൾ ദുബായിക്ക് വരെ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രമുഖ കമ്പനികൾക്ക് വരെ എക്സ്പോർട്ട് ചെയ്യുന്നൊരു കുട്ടിയായിട്ട് ഒരു കുട്ടീൻ്റെ സ്റ്റാർട്ടപ്പായിട്ട് ഇങ്ങനെ പിന്തുടരുക. അങ്ങനെ ഒരുപാട് സ്റ്റാർട്ടപ്പുകളാണ്. ഇത് ഇപ്പോൾ ഫ്രഷ് ടു ഹോം ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡെയിലി വെൽക്കം ടു ഹോം ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ വ്യത്യസ്തമായ സ്റ്റാർട്ടപ്പുകൾ വ്യത്യസ്തമായ മേഖലയിൽ ഇപ്പോൾ ടെക്നോളജിക്കലായിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ കാണാം, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഫുഡ് റിലേറ്റഡ് സ്റ്റാർട്ടപ്പുകൾ കാണാം, അല്ലെങ്കിൽ നമ്മളെ റെസ്റ്റോറൻറ്റ് ടൈപ്പ് സാധനങ്ങളൊക്കെ ഇപ്പോൾ കാണാൻ കഴിയും. ഇപ്പോൾ അമേരിക്ക ഭാഗത്തൊക്കെ ഒരു ട്രെൻഡിന് ചെറിയ ഹട്ട് രൂപത്തിലുള്ള ഹോട്ടലുകൾ പറഞ്ഞാൽ റോഡ് സൈഡിലൊക്കെ ഒരു ഹട്ട് രൂപത്തിലുള്ള ഹോട്ടൽ കാണാം. ആ ട്രെൻഡ് ഇപ്പോൾ പതിയെ എന്താണ് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഒരാളുണ്ട്, ഒരു മുന്തിരിൻ്റെ ഒരു ജ്യൂസ് തുടങ്ങിയ ഒരാളുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കടകൾ വ്യത്യസ്ത ആളുകൾ അയാളിൽ നിന്ന് ബൈ ചെയ്യും, എന്നിട്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലിടും. ഇങ്ങനെ ഇയാൾ ഒരു കടയിൽ കയറി ചെല്ലുന്നുണ്ട്. എന്നിട്ട് മുന്തിരി കുടിച്ചതിന് ശേഷം എത്ര ശമ്പളം എത്ര ഇതിനെ ചോദിച്ചതിന് ശേഷം ഇന്നെ അറിയിക്കും. അപ്പോൾ ഈ കുട്ടി അറിയില്ല അപ്പോൾ പറയും ഞാനാണ് ഇതിൻ്റെ മുതലാളി. അതായത് വ്യത്യസ്തമായ സ്റ്റാർട്ടപ്പുകളാണ് ഈ ഒരു കാലത്ത് തുടങ്ങുന്നത്. എഡ്യൂക്കേഷൻ്റെ മേഖലയിലും ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രൂപത്തിൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ. ഇപ്പോൾ റോസ് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട് കേരളത്തിൽ. ഇനി ആദ്യം ഉണ്ടായിരുന്നു ഈ റോസ് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പ്. ഈ ഒരു ചെറുപ്പക്കാരന് ഈ റോസ് പറഞ്ഞ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നൊക്കെ വളരെ വിമർശനമാണ് ഉണ്ടായിരുന്നത്. സ്റ്റാർട്ടപ്പ് തുടങ്ങേണ്ട ആവശ്യമില്ല, കാരണം എഡ്യൂക്കേഷൻ മേഖലയിൽ ഇപ്പോൾ തന്നെ ഒരുപാട് സ്റ്റാർട്ടപ്പുകളുണ്ട്, പിന്നെ എന്തിനാണ് തുടങ്ങണമെന്നൊക്കെ ഒരുപാട് വിമർശനങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഇതൊക്കെ തരണം ചെയ്താണ് അദ്ദേഹം നല്ലൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. പിന്നീട് ഇത് GCC കൺട്രീസിലേക്ക് വ്യാപിച്ചു. അങ്ങനെ ഇക്കൊല്ലം 6ഓളം പുതിയ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള സ്കൂളുകൾ അല്ലെങ്കിൽ ബിൽഡിങ്സാണ് GCC കൺട്രീസിലായിട്ട് എന്തായിട്ടുള്ളത് ഈ റോസ് എന്ന ബ്രാൻഡ് തുടങ്ങിയിട്ടുള്ളത്. അതേപോലെ സെയ്ബ ഹസൻ എന്ന് പറയുന്ന ഒരു 17 വയസ്സുകാരിയായ കുട്ടിയുടെ ഒരു കഥയുണ്ട്. അവൾ ഒരു ഇന്തോ അമേരിക്കൻ വുമണായിരുന്നു. അവൾ ഇന്ത്യയിലേക്ക് ചെന്നൈയിലേക്ക് തൻ്റെ കുടുംബക്കാരൊപ്പം താമസിക്കാൻ വന്നപ്പോൾ ഇവിടെ ജനങ്ങൾ വെള്ളത്തിന് വേണ്ടിയിട്ട് വരി നിൽക്കുന്നത് കണ്ടു. അങ്ങനെ അതിൽ വളരെയധികം ചിന്തിച്ചപ്പോൾ ഇങ്ങനെ ജനങ്ങളുടെ പ്രയാസങ്ങൾ മറ്റൊക്കെ മനസ്സിലായിട്ട് ഇതിനു വേണ്ടിയിട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, അതായത് റമദാനിലൊക്കെ ഫുഡ് വിതരണം ചെയ്യുക, വെള്ളം എത്തിക്കുക പോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ അടുത്ത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം നിറഞ്ഞു നിന്നിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, അതായത് ജെൻസി ഡിസ്കണക്റ്റഡ് ആണ്, അഡിക്റ്റഡ് ആണ്, സ്ക്രീനിലൊക്കെ മുഴുകിയിരിക്കുന്നവരാണെന്ന് പറയുന്നവരോട് ഇങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുമ്പിലേക്ക് വെക്കാൻ പറ്റും. ക്രിയേറ്റീവായ കണ്ടന്റുകൾ ഒരുപാട് ജെൻസിയിൽ നിന്ന് വരുന്നത് കാണാം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുന്നതിൽ അഡ്വർടൈസ്മെൻറ്റിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഒരുപാട് മാർക്കറ്റിങ്ങിൻ്റെയും അഡ്വർടൈസ്മെൻറ്റിൻ്റെ വിഷയത്തിൽ ബിസിനസ് മേഖലയിൽ തന്നെ മാർക്കറ്റിംഗ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ വിഷയത്തിൽ ജെൻസിയിൽ നിന്ന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കാണാം. ഇപ്പോൾ അടുത്ത് നമ്മുടെ ഉത്തർപ്രദേശിൽ ഇതുണ്ടാവുന്ന സമയത്ത് കുംഭമേള ഉണ്ടാവുന്ന സമയത്ത് ഉത്തർപ്രദേശിൽ കുംഭമേള ഉണ്ടാവുന്ന സമയത്ത് പോലീസുകാർ ആകെ ആശയക്കുഴപ്പത്തിലാവാണ്. കാരണം ഒരുപാട് ജനങ്ങൾ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജനങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോലീസിന് കഴിയില്ല. ഇത്രയും ജനങ്ങളെ ഒരുപാട് മാൻ മിസ്സിങ് കേസ് ഉണ്ടാവും, ചൈൽഡ് മിസ്സിങ് കേസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യാമെന്ന് ആലോചിക്കുന്ന സമയത്താണ് ഒരു കൂട്ടം ആൾക്കാർ മഞ്ഞ ഡ്രസ്സായിട്ട് ഇങ്ങനെ വരുന്നത്. ഒരുപാട് മഞ്ഞ കൂട്ടം കൊണ്ട് വരിക ഈ പോലീസുകാരുടെ അടുത്തേക്ക്. എന്നിട്ട് പോലീസുകാരോട് പറയുന്നത് ഞങ്ങൾ അഡ്വർടൈസ്മെൻ്റ് ആണ്. എന്നിട്ട് വരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരു
മാതാവും ഒരു കുട്ടിയാണ്, പിന്നെ ഒരു ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് മൂന്നാക്കുമ്പാട് ജോഡിയായിട്ട് ഒറ്റ ഡ്രസ്സ്, ഒറ്റ കുപ്പായം എന്നുള്ളവർക്ക്. എന്നിട്ട് അതിൻ്റെ പേരിൽ വി ക്യാൻ ജോയിൻ ടുഗദർ പറഞ്ഞാണ്ട് ഫെവിക്കോളിൻ്റെ പരസ്യം കൊടുത്തത്. അതായത് അത്രയും ക്രിയേറ്റീവായിട്ട് അത്രയും പോപ്പുലാരിറ്റി കിട്ടാനും വേണ്ടി പബ്ലിക്കായിട്ട് നല്ലൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക എന്നുള്ള ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ഈ ഇപ്പോഴത്തെ ജൻസിയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈൽഡ് കെയർസിൻ്റെ ഒരുപാട് ഹോമുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുന്നത് മദർ കേസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ അടുത്തൊരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, എല്ലാ ഹോസ്പിറ്റലുകളുണ്ടാവുക പറഞ്ഞാൽ ചൈൽഡ് കെയർ ഉണ്ടാവുക, കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ഇയാളൊരു പുതിയ സംഭവം തുടങ്ങി, ഇനി ചൈൽഡ് കെയർ മാത്രം പോരാ, ഇറ്റ്സ് എ മദർ കെയർ പറഞ്ഞാണ്ട് ഒരു മദർ കെയറിനുള്ളൊരു സെറ്റപ്പ്. അതിലിപ്പോൾ ഒരു വർഷം അദ്ദേഹത്തിൻ്റെ ഏകദേശം ടേൺ ഓവർ വരെ പറഞ്ഞാൽ 13 കോടിയിലേറെ റുപ്പീസ് ഉണ്ടാവും അദ്ദേഹത്തിന് ടേണിങ് ഓവർ ഉണ്ട് ഒരു വർഷം എന്ന് പറഞ്ഞാൽ. ഇത് ചെറുപ്പക്കാരനിൽ നിന്നുള്ള സംഭവമാണ്. അങ്ങനെ വ്യത്യസ്തമായ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ ചെറുപ്പക്കാരുണ്ട്. ഇപ്പോൾ ഫാഷനിലാണെന്നുണ്ടെങ്കിലും ക്ലോത്ത് ബ്രാൻഡുകൾ, അല്ലെങ്കിൽ ഫുഡിലാണെന്നുണ്ടെങ്കിൽ നല്ല റെസ്റ്റോറൻറ്റുകൾ തുടങ്ങിയ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മേഖല നല്ല സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ ഒരുപാട് നല്ല ചെറുപ്പക്കാരാണ്. അതേപോലെ ഓരോ ജനറേഷനും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെ നോക്കുമ്പോൾ, അതായത് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് കൊച്ചു ടി വി കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കാർട്ടൂണുകൾക്ക് അഡിക്റ്റ് ആയ ഒരു ജനറേഷൻ നമുക്ക് നമ്മളെ ചെറുപ്പകാലം ആലോചിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മളെ മൈൻഡിലേക്ക് വരിക എന്നുള്ളത് ഈ കാർട്ടൂണുകളായിരിക്കും. ബെൻറ്റൻ, കൊച്ചു ടി വി, അങ്ങനെ കൊച്ചു ടി വിയുടെ ഡോറ ബുജി പോലത്തെ കാർട്ടൂണുകളായിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരിക. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ പറഞ്ഞാൽ, അതായത് ലേറ്റ് ആൽഫ ജനറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ബീറ്റ ജനറേഷനിലെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർട്ടൂണുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ അവർ കൂടുതലും നെറ്റ്ഫ്ലിക്സ് അതുപോലത്തെ പ്ലാറ്റ്ഫോമുകളിൽ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഈ ഒരു പാരമ്പര്യത്തിൽ നിന്ന് മാറിയിട്ട്, അതായത് മാഗ്ന ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിയുടെയൊക്കെ റിപ്പോർട്ടുണ്ട് 2010 ശേഷം കാർട്ടൂണുകളുടെ വ്യൂവർഷിപ്പിൽ വളരെയധികം കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അതൊക്കെ ഈ ജനറേഷനിൽ വരുന്ന മാറ്റങ്ങളാണ്. അതായത് YT പോലത്തെ, യൂട്യൂബ് പോലത്തെ, നെറ്റ്ഫ്ലിക്സ് പോലത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു കുതിപ്പ് നടത്തുന്നുണ്ട്. പൊളിറ്റിക്കൽ ആസ്പെക്റ്റിലും ഒരുപാട് ചേഞ്ചുകൾ വന്നിട്ടുണ്ട് മുമ്പത്തെ കാലത്ത് നിന്ന് മാറിയാണ്ട്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ അവയർനെസ് തന്നെ പറയാം. അതായത് പൊളിറ്റിക്സിനെ കുറിച്ചുള്ളൊരു അവബോധം. ഇപ്പോൾ കുട്ടികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും കാലം ഉണ്ടായിരുന്ന ട്രൈബ്സിൽ ഒരു സംഭവം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ട്രൈബ്സിന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു മെമ്പർ പോയിക്കാണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ട്രൈബ്സ് സ്വാഭാവികമായിട്ട് എന്താവും, ഓൽക്കിലെ പ്രോമിസസിനനുസരിച്ച് ഇവർക്ക് വോട്ട് ചെയ്യും. പക്ഷേ ഈ ഒരു സംഭവം ഇത്രയും കാലം നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ആൽഫയിൽ അല്ലെങ്കിൽ ജെൻസിയിൽ തന്നെ എന്തുണ്ട്, ഇങ്ങനത്തെ ഒരു സംഭവം കാണാൻ കഴിയും. ആരെങ്കിലും ഒരു വോട്ട് ചോദിച്ചു വന്നാൽ, ഇപ്പോൾ അതൊരു പ്രോമിസോട് കൂടിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീട് തരാം, അല്ലെങ്കിൽ ഓരോ മാസം 5000 രൂപ വെച്ച് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വിതരണം ചെയ്യുക, അല്ലെങ്കിൽ പെൻഷൻ കൂട്ടി തരാം, അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രോമിസോട് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ എന്താവും, ഇവർ ഈ ഒരു പാർട്ടിൻ്റെ ഐഡിയോളജിയോ അല്ലെങ്കിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഈ ഒരു പൊളിറ്റിക്കലി ഈ ഒരു പാർട്ടി എങ്ങനെയായിരുന്നു മുന്നോട്ട് പോയിരുന്നതെന്ന് പോലും നോക്കാതെ ഡയറക്റ്റായിട്ടൊരു വോട്ട് ചെയ്യുന്ന ഒരു രൂപം കാണാൻ കഴിയും. പ്രോമിസസിന് അടിസ്ഥാനമാക്കിയാണ് എന്താവുക വോട്ട് ചെയ്യുക എന്നുള്ളത്. അതിനെ എതിർക്കാനും ഒരുപാട് ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും, അതുപോലെ തന്നെ സാധാ റൈറ്റിങ്സിലൂടെയും എതിർക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നല്ല നല്ല സാഹിത്യകാരന്മാരുണ്ട് ലിറ്ററേച്ചറിൻ്റെ മേഖലയിൽ. അതുപോലെ തന്നെ ഇപ്പോൾ ചിത്രകാരന്മാർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല കാർട്ടൂണിസ്റ്റുകൾ ഉണ്ട്. ഇതിനെ വിമർശിക്കുന്ന എഴുതുന്ന ആളുകൾ, വരക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്തൊരു കാർട്ടൂൺ കണ്ടു. അതായത് 2 പിക്ചറാണ് കൊടുക്കുന്നത്. ആദ്യത്തെ പിക്ചറിൽ ഒരാൾ പറഞ്ഞാൽ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി ഫസ്റ്റത്തെ പിക്ചറിൽ എന്താവുന്നു, സാധാ ഒരു കസേരയിൽ ഇരിക്കുന്നു. രണ്ടാമത്തെ പിക്ചറിൽ അദ്ദേഹം എന്താവുന്നു, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബുക്കിൻ്റെ മേലെ ഇരിക്കുന്നു. അതായത് അവിടെ അദ്ദേഹം ഈ ഒരു കാർട്ടൂണിസ്റ്റ് പറഞ്ഞാൽ എല്ലാവർക്കും എലാബറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു പൊളിറ്റിക്കലി ഇന്ത്യ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. കസേരയിൽ നിന്നും വല്ല കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മേലെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വരെ എന്താവാൻ വേണ്ടി കീഴടക്കാനും വേണ്ടിയുള്ളൊരു പരിശ്രമമാണ് നരേന്ദ്രമോദിയിൽ നിന്ന് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ BJP ഗവൺമെൻറ്റിൻ്റെ അടുത്തു നിന്നുണ്ടാകുന്നത്, RSSൻ്റെ അടുത്തു നിന്നുണ്ടാകുന്നുള്ളൊരു പൊളിറ്റിക്കലി ഉള്ളൊരു ബോധം എന്താണ് ബാക്കിയുള്ള സൊസൈറ്റിയിലേക്ക് പകർന്നു നൽകുക. പക്ഷേ ഈ രാഷ്ട്രീയ മേഖലയിൽ ഒരുപാട് യുവ നേതാക്കൾ വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ സാമൂഹിക സോഷ്യൽ ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജെൻസി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് മാത്രം ഒതുക്കാൻ പറ്റില്ലല്ലോ. ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഇപ്പോൾ ഗ്രറ്റ, നമ്മുടെ മറ്റേ പരിസ്ഥിതി പ്രവർത്തക, അങ്ങനെ ഒരുപാട് സോഷ്യൽ
ഫീൽഡിൽ കോൺട്രിബ്യൂഷൻസ് നൽകണ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മറ്റൊരു ആസ്പെക്റ്റ് സാഹിത്യമാണ്, ലിറ്ററേച്ചറിൻ്റെ മേഖലയിൽ വളരെയധികം പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായിട്ട്, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായിട്ട് പുതിയ ആധുനിക മലയാള സാഹിത്യമാണെങ്കിലും മറ്റു എല്ലാ സാഹിത്യങ്ങളും വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. മലയാള സാഹിത്യം എന്ന് മാത്രമല്ല, വ്യത്യസ്തമായുള്ള ഭാഷയിൽ ഒരുപാട് വിമർശനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തുർക്കി ഭാഷയിലെ പുതിയ നോവലുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇസ്ലാമിനെ വേറൊരു ആസ്പെക്റ്റിലൂടെ കാണുന്ന രൂപത്തിൽ ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ്, അതിലൊരു പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഒരു മുസ്ലിമായ ഒരാളെ എഴുതിയ ബുക്കാണ്. പക്ഷെ അദ്ദേഹം ഇസ്ലാമിനെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത് ആ ഒരു ബുക്കിൽ. അതിൽ അദ്ദേഹം ഒരു പോലീസിൻ്റെ രൂപത്തിൽ എന്താവുന്നു, ഒരു പോലീസിൻ്റെ രൂപത്തിൽ ഒരു മുസ്ലിമായ ഒരാൾ കൊണ്ടുവരുന്നു. ഈ പോലീസ് എന്ന് പറഞ്ഞാൽ നാടാകെ ചുറ്റി നടക്കും രാത്രിയിൽ. നാടാകെ ചുറ്റി നടന്നിട്ട് പിറ്റേത് പകൽ ഇദ്ദേഹത്തിന് പണി എന്താവും, കടന്നുറങ്ങും, നിസ്കാരമല്ല. അങ്ങനത്തെ ഒരു ആസ്പെക്റ്റിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതായത് ഇസ്ലാമിക്കാണ് എഴുതിയ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ടെക്സ്റ്റാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടും ഒപ്പം ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്തും പാടെ എഴുതിയ ഒരുപാട് സാഹിത്യകാരന്മാർ തുർക്കി ഭാഷകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സൊസൈറ്റിക്ക് വേണ്ടത് എനിക്ക് തോന്നുന്നത് ഒന്നുമില്ല, പൈങ്കിളി സാഹിത്യങ്ങളോടായിരിക്കും താല്പര്യം, അല്ലെങ്കിൽ ക്രൈം ത്രില്ലറുകളോടായിരിക്കും. അതായത് ഇപ്പോൾ ക്രൈം ത്രില്ലറിൽ ഒരുപാട് പുതിയ എഴുത്തുകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അത് പണ്ട് ആർതർ കോനൻ ഡോയൽ അവിടെ ഇംഗ്ലീഷ് സാഹിത്യത്തിലൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയതുപോലെ ഇപ്പോൾ ലാജോ ജോസിനെ പോലെയുള്ള എഴുത്തുകാർ മലയാള സാഹിത്യത്തിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു വിവാദം ഉണ്ടായ സമയത്ത് റാം കെയർ ഓഫ് ആനന്ദിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം കിട്ടിയ സമയത്ത് ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നു. ഷബ്ന മറിയം എന്ന് പറയുന്ന എഴുത്തുകാരി പറയുന്നുണ്ട്, ഒരു പുസ്തകത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ അത് ബെസ്റ്റ് സെല്ലർ ആകുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ അതിന് റീച്ച് കിട്ടുക എന്നുള്ളതാണോ, അതിന് അവാർഡ് കൊടുക്കാനുള്ള ഒരു മാനദണ്ഡം? ഒരുപക്ഷെ ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്കും തോന്നിയിട്ടില്ല അതൊരു വലിയ അവാർഡ് വിന്നിങ് ഒരു ബുക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കൽപ്പറ്റ നാരായണൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, എനിക്ക് ഇത് കുറച്ച് നിരാശയാണ് തന്നത്, ഞാൻ ഇതൊന്നും അല്ല ഈ അഖിലിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ഒരുപാട് പേര് എന്ത് ചെയ്തു, അഖിൽ എഴുത്ത് നിർത്തണം, അഖിൽ പി ധർമ്മജൻ എഴുത്ത് നിർത്തണം, അദ്ദേഹം നമ്മുടെ സാഹിത്യത്തെ ഇല്ലാതാക്കാണെന്ന് പറഞ്ഞിട്ട് വരെ മുന്നോട്ട് വന്നു. ഈ ഒരു റാം കെയർ ഓഫ് ആനന്ദിനെക്കാളും എത്രയോ മെച്ചാണ് തോന്നുന്നു ഈ ശ്രീ പാർവതിൻ്റെ പോയട്രി കില്ലർ ആയിട്ടുള്ള ബുക്ക്. ഇതിനെക്കാളിലും ഒരു അവാർഡ് വിന്നിങ് ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയായിരുന്നു ശരിക്ക്. റാം കെയർ ഓഫ് ആനന്ദിനായിട്ട് കമ്പാരിറ്റീവ്ലി എത്രയോ മെച്ചാണ് ശ്രീ പാർവതിൻ്റെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ലാജു ജോസിൻ്റെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി എത്രയോ മെച്ചുള്ള ടെക്സ്റ്റുകളാണ്. പക്ഷെ അതേപോലെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞോളൂ, ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി അറിയപ്പെട്ട ഒരു സാമൂഹിക പാട്ടൊക്കെ എഴുതുന്ന എഴുത്തുകാരൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു പുസ്തകം ജനപ്രീതി നേടുക എന്നുള്ളത് ആ പുസ്തകത്തിൻ്റെ വലിയൊരു കഴിവാണ്. അപ്പോൾ ഇത്തരം നെഗറ്റിവിറ്റികളെ മാറ്റി നിർത്തിയിട്ട് സ്വാഭാവികമായിട്ടും കാലത്തിന് അറിഞ്ഞ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. സിനിമകളിലാണെങ്കിൽ പോലും ഈ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൊസൈറ്റിയിൽ, ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ കാണാൻ പറ്റുന്നതാണ് ഈ ആൽക്കഹോളിൽ നിന്ന് പിന്നിട്ട് നിൽക്കുന്നത് കാണാൻ കഴിയും നമുക്ക്. പക്ഷേ അത് ആൽക്കഹോളിൽ നിന്ന് പിന്നിട്ട് നിൽക്കുന്നതിന് പകരം അത് റീപ്ലേസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ MDMA അങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള ഇതിൽ മയക്കുമരുന്നിലൂടെയും കഞ്ചാവ് അങ്ങനത്തെ വ്യത്യസ്തമായ കാര്യങ്ങളിലേക്ക് ആൽക്കഹോൾ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പഴയ ആളുകൾ 90s ആളുകൾ ഇപ്പോൾ ജീവിച്ചിരിപ്പോൾ 90s ആളുകൾ ഒരുപാട് ആൽക്കഹോൾ കുടിക്കുന്നതൊക്കെ നമുക്ക് ഒരുപാട് റിപ്പോർട്ടുകൾ കാണാൻ കഴിയും. അതോടൊപ്പം ജെൻസിയിലെ ആളുകൾ ആൽക്കഹോളിന് കുറച്ചുണ്ട്. പക്ഷേ 90s ആളുകൾ ആൽക്കഹോൾ ഒതുങ്ങിയാണ്ട് ഇവിടെ ജെൻസിയിൽ റീപ്ലേസ് ചെയ്യപ്പെടുകയാണെന്ന് പറയാൻ കഴിയും. ഈ ജെൻസിനെ കുറിച്ചുള്ള പഠനങ്ങളിൽ പ്രത്യേകമായിട്ട് പറയുന്ന പ്രത്യേകതകൾ ഇതാണ്: ലെസ് ടീനേജ് പ്രഗ്നൻസി കുറവാണ്, അതുപോലെ ആൽക്കഹോളിൻ്റെ കൺസംഷൻ കുറവാണ്. ഇതൊക്കെ ഒരു നേട്ടമായിട്ടാണ് പറയുന്നത്. മാത്രമല്ല സ്ക്രീൻ ടൈമിൻ്റെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എഫക്റ്റുകൾ വരുന്നത് നമ്മളെപ്പോലുള്ള ടീനേജേഴ്സിനാണ്. സ്വാഭാവികമായിട്ടും സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് നമ്മളെ പോലെയുള്ള ആളുകളായിരിക്കും. സ്ക്രീനിൽ ചിലവഴിക്കുന്നതുകൊണ്ട് തന്നെ ആവണം ഒരു മൊത്തത്തിൽ ബിഹേവിയറിൽ, ജെൻസിൻ്റെ ഒരു ബിഹേവിയറിൽ തന്നെ നല്ലൊരു ചേഞ്ച് കാണാൻ കഴിയും. ഉപ്പാനോടാണെന്നുണ്ടെങ്കിലും ഉമ്മാനോടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്വന്തം അനിയത്തിമാരോടാണെന്നുണ്ടെങ്കിലും ഒരു ബിഹേവിയർ ചിലവർ നല്ല ബിഹേവിയറാണ്, പക്ഷേ വളരെ മോശപ്പെട്ട ബിഹേവിയർ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പം അടുത്ത് ഒരു മകന് ചെറിയൊരു റിമോട്ട് തരാത്തതിൻ്റെ പേരിൽ തൻ്റെ ഉമ്മാനെ കഴുത്തറുത്ത് കൊല്ലുകയാണ്. അതായത് അവിടെ കാണാൻ സാധിക്കുന്നത് ആൽക്കഹോൾ എന്നല്ല, മറിച്ച് അതിലും വലിയ എന്തോ ഒരു മാരക വിഷം അടിച്ചുകൊണ്ട് ഈ ഒരു ഉമ്മാനെ പച്ചക്ക് കൊല്ലുകയാണ്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സൊസൈറ്റിയിൽ കാണാൻ സാധിക്കും. എല്ലാത്തിനും പുറമെ നല്ല രൂപത്തിൽ നല്ല ആൾക്ക് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.
ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ നമ്മൾ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി, അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകുന്നത്. എല്ലാവരും അടച്ചാക്ഷേപിക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ജെൻസി റിലേഷൻഷിപ്പുകളെ കുറിച്ച് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കേട്ടു. ജെൻസി റിലേഷൻഷിപ്പിൽ ഒരുപാട് പുതിയ ടേമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നാറ്റോ ഡേറ്റിംഗ് എന്നൊരു സംഭവമുണ്ട്, നോട്ട് അറ്റാച്ച്ഡ് ടു ആൻ ഔട്ട്കം. അതായത് പ്രത്യേകിച്ച് നമ്മൾ കല്യാണം കഴിക്കണം എന്നുള്ള താല്പര്യമൊന്നും ഇല്ലാതെ രണ്ടുകൾ തമ്മിൽ പ്രണയിക്കുക, അങ്ങനെയുള്ള പല വ്യത്യസ്തമായ പരീക്ഷകൾ റിലേഷൻഷിപ്പിൽ പോലും നടക്കുന്ന കാലമാണ് എന്ത് ഈ ഒരു 2K കിഡ്സ് അല്ലെങ്കിൽ ജെൻസിക്ക് ശേഷം പിന്നെ ആ വിഷയങ്ങളൊക്കെ വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്, മെച്ചപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഫുഡിൻ്റെ വിഷയത്തിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ടപ്പുകൾ, അതുപോലെ തന്നെ ഫുഡിൻ്റെ വിഷയത്തിലൊക്കെ ഒരുപാട് വൈഡായിട്ടുള്ള കൺസെപ്റ്റുകളാണ് ഇപ്പോഴത്തെ ജെൻസിക്ക് എന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരാളിങ്ങനെ ഒരു കഥ പറഞ്ഞിരുന്നു, ഇത്രയും കാലം MDMA ഒക്കെ നമ്മൾ അടിച്ചായിരുന്നു, പക്ഷെ MDMAയിലും നല്ല സുഖം നല്ല പാത്രത്തിൽ സൂഫി മന്തി പോയിട്ട് നല്ലൊരു പ്ലേറ്റ് സൂഫി മന്തിയും അതോടൊപ്പം മയോണൈസും നല്ല പെരി അൽഫാമും കൂട്ടി അടിക്കുന്നതിന് സുഖമൊന്നും MDMA കിട്ടില്ല എന്നുള്ള എനിക്ക് ഒരാളെ ടോക്ക് ഇങ്ങനെ കേട്ടിരുന്നു. അങ്ങനത്തെ ഫുഡിനോടുള്ളൊരു ഭ്രമം തന്നെ ഈ ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ കാണാൻ സാധിക്കും. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഈ ചാന്ദിലി ഗഗ്ലാനി പറഞ്ഞ ഒരാൾ പറയുന്നുണ്ട്, അതായത് ഇപ്പോഴത്തെ പിള്ളേർ പറഞ്ഞാൽ നമ്മുടെ പരമ്പരാഗതമായ കൺവെൻഷനൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പൊളിച്ചെഴുതാണ് ഏത് വിഷയത്തിലാണെന്നുണ്ടെങ്കിലും. പക്ഷേ നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മതപരമായ രീതിയിൽ തീർച്ചയായും ഇതിന് വളരെയധികം നെഗറ്റീവ് എഫക്ട്സ് തന്നെയാണുള്ളത്. ഏത് നിലക്കും നെഗറ്റീവ് എഫക്ട്സ് തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് അത് മതപരമായി നോക്കുമ്പോൾ അത് നിഷിദ്ധമാണ്, ഹറാമാണ്, അതിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല അതുകൊണ്ട് ഭൗതികമായിട്ട് തന്നെ ചിന്തിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതായത് വളരെ ചെറിയ പ്രായത്തിൽ മെച്യൂരിറ്റി എന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ മെച്യൂരിറ്റി വരുന്നതിന് മുമ്പ് ഇങ്ങനത്തെയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിന് പല തരത്തിലുള്ള നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടാവുന്നു എന്നുള്ളത് നമുക്കൊക്കെ കണ്ട് പരിചയമുള്ള സുപരിചിതമായ കാര്യമാണ്. പിന്നെ അതേപോലെ തന്തവൈബ് എന്നുള്ളൊരു ടേം, അത് ഈ വിഷയത്തിലേക്ക് ചേർത്ത് പറയുമ്പോൾ തന്തവൈബ് കുറച്ച് മുമ്പൊക്കെ വളരെയധികം, ഇപ്പോൾ അത്ര സോഷ്യൽ മീഡിയയിൽ വ്യാപകം അല്ലെങ്കിലും കുറച്ച് മുമ്പ് വരെ വളരെയധികം വ്യാപകമായിട്ട് ഉപയോഗപ്പെട്ടിരുന്നതാണ് തന്തവൈബിനെ കുറിച്ച് ഒരുപാട് ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ പലരും പല രീതിയിലാണ് തന്തവൈബിനെ നോക്കിക്കണ്ടേ. തന്തവൈബ് എന്നുള്ളത് ശരിക്കും ഒരു മെച്യൂരിറ്റി ആയിട്ടാണ് കൂടുതൽ ആളുകളും പറഞ്ഞിട്ടുള്ളത്. തന്തവൈബ് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയി നടന്നതിന് ശേഷം ചിലപ്പോൾ വണ്ടിക്ക് എന്താ വേണ്ടി വരും, സ്റ്റാൻഡ് ഇടേണ്ടി വരും. പല കഞ്ഞികളും സാധാ ചോറ് പോലെ എന്താ വേണ്ടി വരും, മന്തിയാണ് കണക്കാക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിൻ്റെ ഉപ്പം അങ്ങനെ സൂചിപ്പിക്കലുണ്ട്. ഇത്രയും കാലം ഞാൻ അടിച്ചു പൊളിച്ചു, പണ്ടൊക്കെ ഞാൻ ഒരുപാട് ദൂരം വരെ കാൽനടയെ പോയി കണ്ട് പന്ത് കളിയൊക്കെ കണ്ടിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും പറ്റില്ല, അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറി. അപ്പോൾ ഗൾഫ് ഇന്ന് ഒരുപാട് വിമർശനങ്ങൾ കയറ്റിയാണ്ട് തിരിച്ചു വന്നു. അങ്ങനത്തെ അതൊക്കെ ആയിരിക്കണം നിങ്ങൾ പറയുന്നത്. ഈ തന്തവൈബ് ആൾക്ക് ഒരു ദിവസം ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇപ്പം അങ്ങനെ പറഞ്ഞിരുന്നു. അതിൽ മനസ്സിലാവുന്നത് ഈ തന്തവൈബ് പറഞ്ഞാൽ നമ്മളെന്താവും വിമർശിച്ച് കളയും. ശരിക്കും തന്തവൈബ് എന്ന് പറഞ്ഞാൽ ബിക്കം എ മെച്യൂരിറ്റി ആവുന്നതാണെന്നുള്ളതാണ്. അതായത് കല്യാണത്തിന് മുമ്പ് ഈ അടുത്ത് കേട്ടു, കല്യാണത്തിൻ്റെ മുമ്പ് നമ്മുടെ വണ്ടിയുടെ മീറ്റർ 120, 110, 120 പോണത് പിന്നെ കല്യാണം കഴിയുമ്പോൾ അത് എന്താവും 70, 80 മാറുകയും പിന്നെ അത് കുറച്ചൊരു ഫാമിലി കുട്ടികളെ കഴിക്കാൻ വീണ്ടും ആ മീറ്റർ കുറയുന്നുള്ള ഇപ്പോൾ എവിടെയോ അടുത്ത് കേട്ടതായിട്ട് ഓർക്കുന്നു. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. തന്തവൈബ് എന്ന് പറഞ്ഞിട്ട് അടിച്ചാക്ഷേപിക്കാനും വാപ്പന്മാരെ നിഷേധിക്കാനൊന്നും കഴിയില്ല. അവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഫ്രീഡം നമുക്ക് ഉണ്ടായത്. ഇപ്പോൾ ഒരുപാട് പണ്ടത്തെ മൊല്ലാക്കന്മാരൊക്കെ പറഞ്ഞിരുന്നു, എന്താ പാടില്ല, പാൻറ് എന്ന് പറഞ്ഞാൽ നിഷിദ്ധമാണ്, കളർ കുപ്പായം ഇടാൻ പറ്റില്ല എന്നുള്ള പണ്ടത്തെ വാപ്പന്മാർ പറഞ്ഞിരുന്നു, വല്യപ്പന്മാർ മൊല്ലാക്കന്മാർ പറഞ്ഞിരുന്നു. പക്ഷെ അതിനൊക്കെ എതിർത്തുകൊണ്ട് അന്നത്തെ ആളുകൾ പാൻറ്റും കളർ കുപ്പായങ്ങൾ ഇട്ടുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ജനറേഷനിൽ ഇത്രയും ഫ്രീഡം നമുക്ക് ലഭിക്കണം എന്നുള്ളത്. ഒന്നും അറിയാത്ത ഒരു ജനത, നമ്മൾ ഫലസ്തീനിലെ ജനതകൾ ഇപ്പോൾ ജെൻസി കാലഘട്ടത്തിൽ തീർത്തും അവരെന്താണ് മെൻഷൻ ചെയ്യേണ്ടത് തന്നെ ഉണ്ട്. ഒന്നും അറിയാതെ ഈ ഒരു ഭൂമിയിലേക്ക് പിറന്നത് എന്തിന് എന്നുള്ള ചോദ്യത്തോടു കൂടെ ഒരുപാട് ആളുകൾ അങ്ങോട്ടോട് നടക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബ്ലൂ പെൻ പറഞ്ഞൊരു ബുക്കുണ്ട്, നീലമഷിപ്പേന എന്നുള്ള അതിൻ്റെ ട്രാൻസ്ലേഷനിൽ. ആ ബുക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആ ഒരു കുട്ടിക്ക് അതിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് കേൾവി ശക്തിയില്ല. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തിരിച്ചറിയാൻ ആ കുട്ടി ഒരു ഭ്രാന്തിയാണെന്ന് തന്നെ പറയാം. അങ്ങനെ ഈ കുട്ടി അമ്മയെ കൊണ്ട് ഉമ്മാൻ്റെ ഒപ്പം എന്താണ് അടുത്ത രാജ്യത്തേക്ക് പോവുക. അത് പോകുന്ന സമയത്ത് മിലിറ്ററിക്കാരെന്താണ് ഈ കുട്ടീനെ തടയാണ്, ഈ ഇമ്മാനെ തടയാണ്. എന്നിട്ട് ഈ ഇമ്മാനെയും കുട്ടീനെയും
പുറത്തേക്ക് വലിച്ചിട്ടിട്ട് ഈ മിലിറ്ററിക്കാർ ഈ ഉമ്മാൻ്റെ മുഖത്ത് നോക്കി കടുത്ത ആക്ഷേപിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഉമ്മാനെ നേരെ പിടിച്ചുകൊണ്ട് പോവാണ് ഈ മിലിറ്ററി ക്യാമ്പിക്ക്. അപ്പോൾ ഈ സമയത്ത് ഈ കുട്ടി തിരിഞ്ഞു നടക്കുകയാണ്. ഇതിൽ ടേം യൂസ് ചെയ്യുന്നത് തിരിഞ്ഞു നടന്നു. അതായത് ആ കുട്ടി, ആ ഭ്രാന്തിയായ കുട്ടി ഉമ്മാനെ പോലും വക വെക്കാതെ തിരിഞ്ഞു നടന്നു. ആ ഒരു സംഭവം മൊത്തത്തിൽ ചർച്ച ചെയ്തിരുന്നു. അതിൽ നമുക്ക് മനസ്സിലാവും, അതായത് ഇപ്പോഴത്തെ ഒരു ഫലസ്തീനിയൻ ജനത അല്ലെങ്കിൽ ഇസ്രായേലാണെന്നുണ്ടെങ്കിലും ഇറാനാണെന്നുണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും നല്ല ആളുകളില്ല എന്നല്ല, ഉള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ കുട്ടികൾ നല്ല ആളുകളില്ല എന്നല്ല, മറിച്ച് മോശപ്പെട്ട ആളുകളുണ്ട്. ഇസ്രായേലിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫലസ്തീനിലാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്താവും അധികം ആളുകൾ ഫലസ്തീനെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കാണാം, അതുപോലെ തന്നെ നല്ല വിമർശിക്കുന്ന ആളുകളെ കാണാം. ഫലസ്തീൻ്റെ കാര്യം പറയുമ്പോൾ വളരെയധികം സങ്കടം തോന്നും. അതായത് യുദ്ധം ഏൽപ്പിച്ച മുറിവുണങ്ങാതെ തങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പാത്രം നീട്ടിയിട്ട് ഇങ്ങനെ നടക്കുന്ന കുട്ടികളെ ഫോട്ടോസും അതുപോലെ വിവരങ്ങളും ക്ലിപ്സൊക്കെ പുറത്തു വരുമ്പോൾ, ഇപ്പോൾ ഈ അടുത്തായിട്ട് കുറച്ച് 2 ദിവസം മുമ്പ് ഭക്ഷണത്തിന് വേണ്ടി ഒരു സെൻറ്ററിൽ പോയ കുറേ കുട്ടികളെ കുറേ ആളുകൾ എന്ത് ചെയ്തു, മിസൈൽ ആക്രമണത്തിലൂടെ ഇസ്രായേൽ കൊന്നുകളഞ്ഞു എന്നുള്ളത്. അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള വിശപ്പ് എന്നുള്ളത് യുദ്ധത്തിലൊരു ആയുധമാക്കി മാറ്റുന്നത് ഈ അടുത്താണത്. എത്രത്തോളം വലിയൊരു ആയുധമാണെന്നുള്ളത് ഈ ഒരു ഇസ്രായേൽ ഫലസ്തീൻ വാറിലാണ് അത് നേരെ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ അടുത്താണ് ഇതാണോ ജെൻസി പറഞ്ഞൊരു ഫോട്ടോ കണ്ടിരുന്നത്. അതിലെന്ന് പറഞ്ഞാൽ ഇതേമാതിരി ഭക്ഷണത്തിന് വേണ്ടി വരിക്കുന്ന ഒരു സമയത്ത് അതിലേക്ക് കൂട്ടത്തോടെ എന്താവാണ് വെടിവെച്ചിടാണ്. അതിൽ കൂട്ടത്തോടെ വെടിവെച്ചിരുന്ന സമയത്ത് ഒരു 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിൻ്റെ കണ്ണിലൂടെ എന്താവാണ് ബുള്ളറ്റ് തറച്ചു കയറാണ്. ഇത് കണ്ട് അപ്പുറത്ത് തന്നെ അതിൻ്റെ മാതാപിതാക്കൾ നിൽക്കുന്നുണ്ട്. ഓടി വന്നിട്ട് ആ കുട്ടീൻ്റെ ചെവിയിലേക്ക് എന്താണ് ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുക്കുകയാണ് ആദ്യം. അതായത് ഇത്ര കഠിനങ്ങൾ സഹിച്ചിട്ടും അള്ളാഹുവിലുള്ള വിശ്വാസം വിടാതെ ഉള്ളൊരു സൊസൈറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വ്യത്യസ്തമായ കാര്യങ്ങൾ എന്താകാൻ കഴിയും ഫലസ്തീൻ ജനതയിൽ നിന്നും, അല്ലെങ്കിൽ ഈ ലോകത്തിലെ വ്യത്യസ്തമായ കോണുകൾ ആളുകളിൽ നിന്നും എന്താ കഴിയും നമുക്ക് ചാർത്തിയെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ കുറ്റിയെടുക്കാൻ കഴിയും. ജെൻസി എന്നുള്ള വിഷയം എത്ര ചർച്ച ചെയ്യാലും തീരാത്തൊരു വിഷയമാണ്. അപ്പോൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും.